പാചക തൊഴിലാളികളെ ഒന്നടങ്കം അപമാനിക്കും വിധം മതപ്രഭാഷണം നടത്തിയ ആൾക്കെതിരെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പരാതി നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി വി ഹനീഫയാണ് പരാതി നൽകിയത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ ഈ മതപ്രഭാഷകൻ തങ്ങൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പെരിന്തൽമണ്ണയിലെ ഡോക്ടർ ടി.എ. സലീം ഫൈസി എന്ന ആൾക്കെതിരെയാണ് പരാതി നൽകിയത്. സാധാരണ ബിരിയാണി പേര് ഞങ്ങളൊന്നും അവിടെ ബിരിയാണി ഒന്നരില്ല. ഞാൻ കുറെ ആയിട്ട് അന്വേഷിച്ചെടുക്കാണ് എന്താ ഈ ബിരിയാണി എന്നാത്തത്. ഓലെന്തൊക്കെയാ കാരണം പറയാം. അതിന്റെ ചൂരും മണക്കൂടിയും കേട്ടാ പിന്നെ വേണ്ടാന്ന് തോന്നുകയാണ്. എപ്പോഴും ബിരിയാണി തന്നെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടെത്തിയ ഒരു കാരണം എന്താ വെച്ചാൽ ഇറച്ചി നല്ലോണം കഴുകിയിട്ടില്ല, ഉള്ളി നല്ലോണം കഴുകിയിട്ടില്ല. അത് ഇക്കാരണം എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും ബിരിയാണി പേര് അതിന് അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ എന്റെ വണ്ടിയുടെ കാറ്റ് വെച്ചാനൊന്നും നിൽക്കണ്ട. സംഗതി പിന്നെ എന്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അവനാണ് തിന്നാൻ പറ്റിയത് വേറാക്ക് കൊടുക്കണം. അവനാ തിന്നണ സാധനമാണ് വേറാക്ക് കൊടുക്കേണ്ടത്. അവനാ തിന്നാൻ പറ്റാത്തത് എങ്ങനെ വേറാക്ക് കൊടുക്കുക? അതിൽ അജിനമോട്ടോ നല്ലോണം കിലോ കണക്കിന് ഇട്ടിട്ടുണ്ടേ. അപ്പൊ അവന് വേണ്ട. ആ ഔത്തുനിന്ന് കഞ്ഞിനെള്ളം ഉണ്ടെങ്കിൽ ശേഷം തന്നാ മതി. അതിൽ മറ്റേ സാധനം ഇട്ടിട്ടില്ലല്ലോ. അതാണ് സംഗതി. ഡോക്ടർ ടി.എ. സലീം ഫൈസിയുടെ ഈ മതപ്രഭാഷണത്തിനെതിരെയാണ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മതപ്രഭാഷകൻ പറഞ്ഞതെന്ന് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി ഹനീഫ പറഞ്ഞു. ഈ പാചക തൊഴിലാളികളെ മുഴുവനായിട്ടും അടച്ചാക്ഷേപിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു മതപ്രഭാഷകൻ നടത്തിയിരിക്കുന്നത്. പക്ഷെ തെറ്റിപ്പോയി ഉസ്താദ്. അതാണ് ഞാൻ പറഞ്ഞത്. അയാളെപ്പോലുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ തലേന്ന് ഈ ഉസ്താദിന് രാവിലത്തെ ബാങ്ക് കൊടുത്തിട്ട് നേരെ പള്ളിയിൽ കല്യാണപ്പുരയിൽ വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. 5-10 ചെമ്പിൻ്റെ ഇടയിൽ കിടന്ന് ഒരു സർക്കസ് കളിക്കല്. ആ സർക്കസിൻ്റെ ചൂടിൽ കാലിൻ്റെ ഈ പറയുന്ന നമ്മുടെ രോമം പോലും കത്തിപ്പോയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ എന്ത് ഭക്ഷണം കഴിക്കണ്ടേ? വെള്ളം കുടിക്കുന്ന നല്ലോണം. ആ വെള്ളമാണ് വീട്ടുകാരോട് കഴിക്കുന്നത്. ഞങ്ങളും കഴിക്കുന്നുണ്ട് ഭക്ഷണം. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളും ഞങ്ങളെ മക്കളടക്കം കഴിക്കുന്നുണ്ട്. കഴിക്കാതില്ല, അയാളെ തെറ്റാണ്. പച്ച നുണയിട്ട് സമൂഹത്തിൽ പാചക തൊഴിലാളികളുടെ ഒരു തൊഴിൽ പോലും കിട്ടാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗം അയാളുടെ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഇതുവരെയായിട്ടും അയാൾ മാപ്പ് പറയാൻ പോലും തയ്യാറായിട്ടില്ല. എന്നാൽ അയാൾ ഒരു വീഡിയോ മാപ്പ് പറയാൻ പറ്റി എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതിനൊരു ധാർഷ്ട്യം തന്നെ കാണിക്കുക. അയാൾ ഫോൺ എടുക്കുന്നില്ല, അയാളെ മെസ്സേജ് വാട്സപ്പ് കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ല. അത്രയ്ക്ക് വേദനാജനകമായിട്ടുകൊണ്ട് ഞങ്ങൾ ഈ പരാതിയുമായിട്ട് കമ്മീഷണർ കണ്ടതും കമ്മീഷണർക്ക് പരാതി നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അനുഭാവപൂർവ്വമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന് വേണ്ടുന്ന നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ എന്താണെന്ന് വെച്ചാൽ വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷയാണ് കേരളത്തിലെ പാചക തൊഴിലാളികൾ മുഴുവനും. മതപ്രഭാഷണത്തിനിടെ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് യൂണിയന്റെ ആവശ്യം. അടിസ്ഥാനരഹിതമായ കാര്യം ഒരു മതപ്രഭാഷകൻ പറഞ്ഞത് തങ്ങൾക്ക് തൊഴിൽ ഇല്ലാതാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ജില്ലാ ട്രഷറർ വി.കെ. ശശികുമാറും ഹനീഫയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.